സിനിമാ രംഗത്ത് നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി എത്തുന്ന സിൽവർ സ്ക്രീനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീനിൽ ആദ്യം ലൊക്കേഷൻ റിപ്പോർട്ട്. ഭഗത് മാനുവൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുഖമാണോ ദാവീദ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. തൊടുപുഴയും പരിസര പ്രദേശങ്ങളുമായിരുന്നു രാജ്മോഹനും അനൂപ് ചന്ദ്രനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന സുഖമാണോ ദാവീദയുടെ പ്രധാന ലൊക്കേഷൻ. ചിത്രത്തിൽ ദാവീദ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ തന്നെയാണ് ഭഗത് മാനുവൽ അവതരിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദാവീദ് എന്ന ചെറുപ്പക്കാരന്റെ കഥ തന്നെയാണ് സുഖമാണോ ദാവീദേ. എന്നും ജീവിത പ്രാരാബ്ദങ്ങൾക്ക് നടുവിലായിരുന്നു ദാവീദ്. അച്ഛൻ മരിച്ചതോടുകൂടി കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ദാവീദിന്റെ തലയിലായി. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ദാവീദിന് കഴിഞ്ഞില്ല. ജീവനോപാധിയായ തയ്യൽ ജോലി കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ദാവീദിന് ജോയൽ എന്ന ഒരു അനുജൻ കൂടിയുണ്ട്. അമ്മയും അനുജനും ദാവീദും അടങ്ങുന്ന കുടുംബത്തെ പട്ടിണിക്കിടാതെ നോക്കാൻ ദാവീദ് നന്നേ അധ്വാനിച്ചിരുന്നു. ദാവീദിന്റെ അമ്മയ്ക്കും ജോലിയൊന്നും ഇല്ലാതിരുന്നതിനാൽ അധികം സമ്പാദ്യമൊന്നും ആ കുടുംബത്തിലുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് ദാവീദിന്റെ ചേച്ചിയെ വിവാഹം കഴിച്ചു വിടുകയും ചെയ്തു. കല്ലൂർക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിരുന്ന ജോയലിന്റെ അധ്യാപികമാരിൽ ഏറ്റവും മികച്ചത് ജാൻസി ടീച്ചറായിരുന്നു. സ്കൂളിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും നിലകൊണ്ടിരുന്ന ജാൻസിയെ ഒരു മാതൃകാ അധ്യാപിക എന്ന് വിശേഷിപ്പിക്കുന്നതിലും തെറ്റില്ല. പ്രിയങ്ക നായരാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജാൻസി, ടീച്ചറാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു സിനിമയിൽ ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ടീച്ചറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു മാതൃകാ അധ്യാപിക, കുട്ടികളെ വളരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്ന, അവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ശരിക്കും വളരെ ഗൗരവമായിട്ട് കണ്ടിട്ട് അവരെ നേർവഴി നടത്തുന്ന, അറ്റ് ദ സെയിം ടൈം പിള്ളേരുടെ നല്ല ഭാവി നോക്കുന്ന ഒരു ടീച്ചർ. നല്ല ടീച്ചർക്കുള്ള അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരു ടീച്ചറാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ജോയൽ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വഴിവിട്ടുള്ള യാത്ര തുടർന്നത്. ഇതറിയുന്ന ദാവീദ് ആകെ തകർന്നു പോകുന്നു. ഒരു ഘട്ടത്തിൽ ജാൻസി ടീച്ചറുടെ കയ്യിൽ നിന്നും ജോയലിന്റെ ചെയ്തികൾ പിടിവിട്ടു പോകുന്നു. ഇതിനെ തുടർന്ന് ജോയലിന് എന്ത് സംഭവിക്കുന്നു, ദാവീദിന് എന്ത് സംഭവിക്കുന്നു, അയാളുടെ സ്വപ്നങ്ങൾ പൂവണിയുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് സുഖമാണോ ദാവീദ് എന്ന ചിത്രം നൽകുന്നത്.
മുൻ കഥാപാത്രങ്ങളിൽ നിന്നും പ്രകടമായ വ്യത്യാസം ജാൻസി ടീച്ചർ എന്ന കഥാപാത്രത്തിനുണ്ടെന്ന് പ്രിയങ്ക പറഞ്ഞു. ജാൻസി ടീച്ചർ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യസ്തതകൾ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. ഒരു ടീച്ചർ വളരെ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ജീവിതത്തിൽ വളരെ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും എല്ലാം തൻ്റെ പ്രശ്നങ്ങളായിട്ട് കരുതിക്കൊണ്ട് അവിടേക്ക് എല്ലാ കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതിനൊരു സൊല്യൂഷൻ കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മൊത്തത്തിൽ അത്യാവശ്യം നന്മ നിറഞ്ഞൊരു കഥാപാത്രം. എന്നാൽ ഒരു ടീച്ചറിൻ്റെ പക്വതയുണ്ട്. കുട്ടികളോടുള്ള ഒരു വാത്സല്യവും ഒരു ശാസനയും എല്ലാം ഉള്ള മൊത്തത്തിൽ ഒരു പെർഫെക്റ്റ് ടീച്ചർ എന്ന് പറയാം. അതാണ് ജാൻസി. മികച്ച നടി കൂടിയായ പ്രിയങ്ക നായർ വളരെ ശ്രദ്ധിച്ചാണ് തൻ്റെ ഓരോ കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്നത്. സിനിമകൾ ചെയ്യാനൊന്നും ഇഷ്ടമാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ തൃപ്തിപ്പെടുത്തുന്നതായിട്ടുള്ള റോൾസ് പലപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ വരാറില്ല. ചിലപ്പോൾ നല്ല സിനിമകൾ വരുമ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാണ്ട് പോകാറുണ്ട്. അതൊക്കെ കൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നത്. ചിലപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് ഒരു സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് കൃത്യമായിട്ടൊരു ബ്രേക്ക് വേണം എന്ന് എനിക്ക് തോന്നും. അതൊരു ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ഫിലിമൊക്കെ ആണെങ്കിൽ എനിക്ക് അതിന് ശേഷം എനിക്ക് എൻ്റേതായൊരു ലോകമുണ്ട്. അപ്പോൾ അവിടേക്ക് എനിക്ക് എൻ്റേതായൊരു ചെറിയൊരു ഗ്യാപ്പ്, എൻ്റെ കുടുംബത്തിനോടൊപ്പം കുറച്ച് ദിവസം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ യാത്രകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, അങ്ങനെ കുറച്ചൊരു ഒതുങ്ങിക്കൂടൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചധികം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകൾ വരുന്നുണ്ട്. ജാൻസി ടീച്ചർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷകളാണ് ഈ താരത്തിനുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരിക്കും. ഞാനീ പറഞ്ഞ പോലെ ഒരു ചെറിയ നല്ല സിനിമ, എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന, എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപാട്, അതായത് ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായഭേദമന്യേ തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും. മാസ്റ്റർ ചേതൻ ജയലാലാണ് ജോയലിനെ അവതരിപ്പിക്കുന്നത്. ഇതിൽ എൻ്റെ ക്യാരക്ടർ നെയിം ജോയൽ എന്നാണ്. ജോയൽ എന്താ പറയുക, നന്മയുള്ളൊരു കുട്ടിയാണ്. നന്നായിട്ട് പഠിക്കും, ലേഖനങ്ങളും ചിത്രങ്ങളൊക്കെ വരയ്ക്കും, അങ്ങനെ കുറേ നല്ലൊരു നന്മയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ചേട്ടനുണ്ട്, ചേട്ടനാണ് ഇതിൻ്റെ എല്ലാം. അപ്പോൾ വീട്ടിൽ അമ്മയുണ്ട്. അപ്പോൾ ഈ വീടും പിന്നെ സ്കൂളാണ് ഇവൻ്റെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു തയ്യക്കാരനാണ്. ചേട്ടൻ കഷ്ടപ്പെട്ടാണ് ജോയലിനെ വളർത്തുന്നത്. അപ്പോൾ ആ ജോയലിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. സിൽവർ സ്ക്രീനിലെ തുടർ സിനിമാ കാഴ്ചകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാം. ഗപ്പി എന്ന ചിത്രത്തിൽ മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയിൽ എത്തിയ ചേതന്റെ വളരെ മികച്ച മറ്റൊരു കഥാപാത്രമായിരിക്കും ഈ ചിത്രത്തിലേത്. ഗപ്പിയിലെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഗപ്പി എന്താ പറയുക, ഗപ്പി എപ്പോഴും ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ ഗപ്പിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്താ പറയുക, കുറേ കാര്യങ്ങൾ എന്താ പറയുക, ഇപ്പോഴത്തെ ചില കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ അതെല്ലാം ജോയലിലൂടെ സുഖമാണ് ദാവീദേ എന്ന് പറയുന്ന ഈ ചിത്രത്തിലൂടെ പറയുന്നുണ്ട്. ഏതുതരം കഥാപാത്രങ്ങളാണ് ചെയ്യാൻ ആഗ്രഹം എന്ന ചോദ്യത്തിന് ചേതൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. എനിക്ക് കൂടുതലും വില്ലൻ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വില്ലനായിട്ട് ഒരു പടത്തിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്നറിയില്ല, വില്ലനോട് എന്താ പറയുക, ഒരു വല്ലാത്ത അട്രാക്ഷനാണ് എനിക്ക് എപ്പോഴും. ഭഗത് മാനുവൽ, പ്രിയങ്ക, ചേതൻ എന്നിവരെ കൂടാതെ നന്ദു, സുധീർ കരമന, നോബി, താര കല്യാൺ, ശ്രുതിബാല, ബിജുക്കുട്ടൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നു. എൻ്റെ കഥാപാത്രം ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ്. സ്കൂളിലെ മാഷാണ് ഇതിനകത്ത്. മാഷെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു ജോലി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അതിൽപ്പെടുന്ന ഒരാളാണ് ഈ മാഷ്. കാരണം അധ്യാപകൻ മാത്രമല്ല, ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ പഴയ വണ്ടികൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളിലും സെക്കൻഡ് ഹാൻഡും അതൊക്കെ മറിച്ച് വെക്കുന്നതും പിന്നെ സ്ഥലക്കച്ചവടം, ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. നമ്മുടെ മാഷല്ലാതെ തന്നെ
എനിക്ക് ഈ പഠിപ്പിക്കലിലൊക്കെ ഉപരിയായിട്ട് പുള്ളിക്കാരൻ ഈ ബിസിനസ്സിലാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഷാണെന്നൊക്കെ പലപ്പോഴൊക്കെ വിട്ടുപോകാറുണ്ട് പുള്ളി. അങ്ങനെ ഹ്യൂമറായിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്യണത്. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഒരു കഥാപാത്രമായി എത്തുന്നുണ്ടെന്നതും ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അഭിനയിക്കുക എന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥ, തിരക്കഥ, സംഭാഷണം, ഡയറക്ഷൻ, അഭിനയം എല്ലാം ചെയ്തിരുന്നു. അന്ന് സ്കൂളിൽ ഏറ്റവും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് എനിക്കാണ്. അങ്ങനെ അത് മനസ്സിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്തിടെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ അനൂപ് അദ്ദേഹം ഈ ഷോർട്ട് ഫിലിം കാണാൻ ഇടവന്നു. അപ്പോഴാണ് അദ്ദേഹം എന്നെ ഇതിലേക്ക് നമുക്കിതിനകത്തൊരു ഇത് ചെയ്താലോ, ഒരു ക്യാരക്ടർ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കേട്ടതും കേൾക്കാത്തതും പാതി ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ഇപ്പം നമ്മളിതിനകത്ത് അഭിനയിക്കുന്നത്. പക്ഷെ അഭിനയമൊന്നും കാര്യമില്ല, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അഭിനയിക്കുന്നതാണ്. സജിത് മേനനാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ബിജിത് ബാല എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അർക്കൻ കലാസംവിധായകനായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ മേക്കപ്പ് ലിബിനാണ്. പപ്പി ക്രിയേഷൻസിനായി ടോമി കഥയെഴുതി നിർമ്മിക്കുന്ന ചിത്രത്തിനായി തിരക്കഥയൊരുക്കിയിരിക്കുന്നത് കൃഷ്ണ പൂജപ്പുരയാണ്. ചിത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്ത് സിൽവർ സ്ക്രീനിനോട്. ടൈറ്റിൽ സൂചിപ്പിക്കുമ്പോൾ തന്നെ ദാവീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലൂടെയുള്ള വളരെ ലളിത സുന്ദരമായിട്ടുള്ള ഒരു യാത്രയാണ്. തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കഴിയുന്ന ദാവീദും ദാവീദിൻ്റെ അനുജൻ ജോയലും അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം വളരെ നർമ്മത്തിൻ്റെയും ഒരല്പം ചെറിയ ഒരു കണ്ണീരിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്നതാണ് ഈ കഥ. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു ജ്യേഷ്ഠൻ, അതുപോലെ തന്നെ അനുജൻ. അവരുടെ ഇടയിൽ ജ്യേഷ്ഠൻ്റെ ജീവിതത്തിലേക്ക് പ്രണയം എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള മറ്റൊരു വികാരം വരുമ്പോൾ ഈ അനുജൻ ജ്യേഷ്ഠൻ ബന്ധത്തിൽ സംഭവിക്കുന്ന ചില രസകരമായിട്ടുള്ള പ്രശ്നങ്ങളും അത് മുന്നോട്ട് പോകുന്ന അത് കഥാഗതിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങളും ഒക്കെയാണ്. നർമ്മമാണ് അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഒരു ടോൺ. തന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന സുഖമാണോ ദാവീദ് എന്ന ചിത്രത്തെക്കുറിച്ചും വൻ പ്രതീക്ഷയാണ് ഈ തിരക്കഥാകൃത്ത് വെച്ചു പുലർത്തുന്നത്. ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമയുടെ പ്രതീക്ഷ ചിത്രീകരിക്കുമ്പോൾ ആകാശമുട്ടായിരിക്കും, സ്വപ്നങ്ങളാണ്. പ്രതീക്ഷയ്ക്കപ്പുറം സ്വപ്നങ്ങളും. ഇത് ഒരു വലിയ ഹിറ്റായെങ്കിൽ എന്നൊക്കെയുള്ള പ്രതീക്ഷകളിലാണ് തിരക്കഥാകൃത്ത്. ഇതിൽ ബാക്കി എല്ലാവരും എൻ്റെ സാങ്കേതിക സംവിധായകനും ബാക്കി അഭിനേതാക്കളും ഒക്കെ തന്നെ. വെള്ളിയാഴ്ച തിയേറ്ററിൽ വരുമ്പോഴാണ് ഇതിൻ്റെ വിധി നമുക്ക് അറിയാൻ സാധിക്കുന്നത്, നമ്മുടെ പ്രതീക്ഷകൾ എത്രമാത്രം സഫലമാകുന്നുവെന്ന്. പക്ഷേ ഇതിനെക്കുറിച്ച്, സുഖമാണോ ദാവീദിനെക്കുറിച്ച് വളരെ ഇതൊരു നിഷ്കളങ്കമായ സിനിമയാണ്. എല്ലാവരും എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നിഷ്കളങ്കത. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഒരു തിയേറ്ററിൽ സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഉറപ്പായിട്ടും. കാരണം ഇതൊരു ചെറിയ ആശയമാണെങ്കിലും ഇതൊരു വലിയ ക്യാൻവാസിലാണ് ഈ പടം ചിത്രീകരിക്കപ്പെടുന്നത്. തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മനോഹാരിത, അതിനപ്പുറം കഥയിലെ ഒരു നൈർമല്യം, വളരെ ശ്രദ്ധേയരായിട്ടുള്ള അഭിനേതാക്കൾ, പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ മിടുക്കർ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഉറപ്പാണ്, തിരക്കഥാകൃത്തുള്ള നിലയ്ക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ് എനിക്ക് ഈ ചിത്രത്തിൻ്റെ വിജയം. കൈതപ്രമാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താര. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരും ഒന്നിച്ച് ഗാനങ്ങൾ ഒരുക്കുന്നത്. ഞങ്ങളുടെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുന്നത്. അതിൽ വളരെ എന്താ പറയുക, ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. വളരെ എന്താ പറയുക, നല്ലൊരു പാട്ടാണ്, ഒരു നല്ലൊരു മെലഡിയാണ്. ആൾക്കാരെ വശീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥയിലുള്ളൊരു പാട്ടാണ് ഫസ്റ്റിൽ. പിന്നെ ഒരെണ്ണം പിന്നെ ഒരു നാടകഗാനാണ്, പക്ക ഒരു നാടകത്തിൻ്റെ സ്റ്റൈലുള്ള പാട്ടുകളാണ്.
പിന്നെ പക്ക ലവ് സോങ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് 3 പാട്ടും ചെയ്തിട്ടുള്ളത്. ധാരാളം ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള മോഹൻ സിത്താര കാലത്തിനനുസരിച്ച ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ജനറേഷൻ മാറിയപ്പോൾ അത് നമ്മളെ സിനിമ എന്നല്ല എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള പാട്ടുകളും കുറച്ചൊരു ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് പഴമ ഉള്ളതും അല്ലെങ്കിൽ പഴയ ആളുകൾക്കും പുതിയ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലാണ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അത് 2 ടൈപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. തമിഴ് സിനിമയിലെ പ്രശസ്ത വില്ലൻ നടൻ യോഗി റാമും ചിത്രത്തിൽ ഒരു വേഷം അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ് സംവിധായകരിൽ ഒരാളായ അനൂപ് ചന്ദ്രൻ സിൽവർ സ്ക്രീനോട് പറഞ്ഞത്. സുഖമാണോ ദാവീദ് എന്ന ടൈറ്റിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സുഖമുള്ളൊരു കഥ തന്നെയാണിത്. കൃഷ്ണ പൂജപ്പുരയുടെ തിരക്കഥയിൽ ഞങ്ങൾ 2 ആളും സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഭഗത് മാനുവൽ നായകനാകുന്നു. ഒപ്പം ഭഗത്തിൻ്റെ അനിയനായിട്ട് ചേതൻലാൽ. ദാവീദ് എന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് ഭഗതാണ്. ഒരു ചേട്ടനനിയനും ആത്മബന്ധത്തും പറയുന്ന ഈ സിനിമ ഒരു നർമ്മത്തിലൂടെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സാധാ ഒരു ലേഡീസ് ടൈലറിംഗായ ദാവീദ് സ്വന്തം അനുജനെ പഠിപ്പിച്ച് കളക്ടറാക്കാൻ പെടുന്ന പെടാപ്പാടുകളും അതിനോടൊപ്പം ഉണ്ടാകുന്ന ചില ഹ്യൂമറുകളും ചേർത്തുകൊണ്ട് സുഖമാണോ ദാവീദ് എന്ന ഫിലിം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഭഗത് മാനുവലിന്റെ ദാവീദ് എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് സംവിധായകനായി അനൂപ് ചന്ദ്രനൊപ്പം പ്രവർത്തിക്കുന്ന രാജ്മോഹൻ പറഞ്ഞത്. ഭഗത് മാനുവലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുത്തേക്കാണ് അദ്ദേഹം. കാരണം അദ്ദേഹം നായകനായിട്ട് ചെയ്യുന്ന ഈ സിനിമ ചെറിയ നർമ്മത്തിലൂടെയും അതിലുപരി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ടാണ് പുള്ളി ഇതിനകത്തേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു പരിണാമം തന്നെയാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിനുള്ളത്. സിൽവർ സ്ക്രീനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള കൂടി. കൃഷ്ണ പൂജപ്പുരയുടെ തിരക്കഥാ ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്നും സംവിധായകൻ അനൂപ് ചന്ദ്രൻ പറഞ്ഞു. കൃഷ്ണേട്ടൻ്റെ ജനപ്രിയൻ എന്നൊരു സിനിമ പോലെ വളരെ തൊടുപുഴയുടെ പശ്ചാത്തലത്തിൽ അതേ രീതിയിൽ പറയുന്ന ഒരു സംഭവം തന്നെ. അത്യാവശ്യം നർമ്മവും അതിനോടൊപ്പം ചെറിയ രീതിയിൽ കണ്ണിന് ഈറനണിയിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ലൊരു സിനിമ. കൃഷ്ണേട്ടൻ്റേതായ ചെറിയ രസങ്ങൾ ചേർത്ത് വന്നിരിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. 2 പേർ ചേർന്ന് ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നതിലുള്ള ഗുണദോഷങ്ങളെ പറ്റി ഇരുവരും പറഞ്ഞു. ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളൊരു സിനിമ സെറ്റിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുകയും ആ ഒരു സൗഹൃദം ഇന്ന് സുഖമാണോ ദാവീദ് എന്ന സിനിമയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഒരാൾ എന്ത് തീരുമാനിക്കുന്നു അത് അടുത്ത ആൾ നടപ്പിലാക്കുക, അയാളുടെ മനസ്സിലെന്താണോ അത് മറ്റേ ആൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു നല്ല ഒരു സൗഹൃദം വെച്ചിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ പരസ്പരം പറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. ഈ 2 സിനിമ ഞങ്ങൾ 2 പേരും ഞങ്ങൾ സംവിധാനം ചെയ്യുന്നതിനുണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നിലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു പൊരുത്തം. അതാണ് ഈ സിനിമയിൽ ഞങ്ങൾ എത്തിച്ചത്. സജി കരിക്കോട് സഹസംവിധായകനായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ പൂജപ്പുരയാണ്. സഫി ആയൂർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു.